ഇന്ത്യയും ചൈനയുമായിട്ട് ഇപ്പോൾ നല്ല ബന്ധമാണുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഇന്ത്യ ഒരു പുതിയ വ്യോമതാവളം ചൈനീസ് അതിർത്തിയിൽ നിർമ്മിക്കുകയാണ്. അതൊരു പ്രകോപനമല്ലേ ശരിക്കും? നിർമ്മിക്കുകയല്ല പ്രിയ, നിർമ്മാണം പൂർത്തിയാക്കി എന്ന് മാത്രമല്ല, നയോമ എയർബേസ്, മുദ്ദിലുള്ള നയോമ എയർബേസിലേക്ക് നമ്മുടെ വ്യോമസേന മേധാവി AP സിംഗ്, എയർ മാർഷൽ AP സിംഗ് ഒരു ഹെർക്കുലീസ് 130J വിമാനത്തിൽ, ചരക്ക് വിമാനമാണ്, അപ്പോൾ വേറെ ചരക്കുകളുണ്ട്, വ്യോമസേനാ മേധാവി ആ വിമാനത്തിലൂടെ വന്നിറങ്ങി. അപ്പോൾ പ്രിയൻ്റെ ഒരു ചോദ്യം സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് ചൈനീസ് അതിർത്തിയിൽ എയർബേസ് ഇത് മാത്രമല്ല, വേറെ എയർബേസുകളുണ്ട്. അപ്പോൾ ഇതൊരു ഏറ്റവും ആധുനികമായ എയർബേസാണ് എന്നും മാത്രമല്ല, ലോകത്ത് തന്നെ ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള എയർബേസാണ്. 13,710 അടി ഉയരത്തിലാണ് ഈ എയർബേസ്. അതാണ് ഇതിൻ്റെ സവിശേഷത. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പ്രയം ചോദിച്ച ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം, നമ്മൾ ഇപ്പോൾ അമേരിക്ക എടുക്കുന്ന നിലപാട്, ബ്രിക്സ് രാജ്യങ്ങളെന്നല്ല, ഇന്ത്യ, റഷ്യ, ചൈന നല്ല ബന്ധമാണ്. ആ നല്ല ബന്ധം ഉള്ളപ്പോഴും നമ്മൾ പറയുന്നുണ്ട് അതിർത്തിയിലെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ, അത് അവിടെ നിർത്തി, അത് നമുക്ക് വേറെ സംസാരിക്കേണ്ട, അല്ലാതെ നമുക്ക് യോജിക്കാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ചു പോകും. സൗഹൃദമാണ്, പക്ഷേ അതിർത്തിയിലെ കാര്യത്തിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ, ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിൽ ഇടയിൽ കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു അതിർത്തി ഇല്ല. പാകിസ്ഥാനുമായിട്ട് LOC ആണ്, ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട്. ചൈനയുമായിട്ട് നമുക്കുള്ള LAC ആണ്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൈവശം ഇരിക്കുന്ന എന്താണോ അത് അതിർത്തി. നമ്മൾ കയറി ചൈനയുടെ കുറേ ഭാഗം പിടിച്ചാൽ അതനുസരിച്ച് അതായിരിക്കും അതിർത്തി. പക്ഷെ പാകിസ്ഥാനുമായിട്ട് കൃത്യമായി വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ വരച്ചിരിക്കുന്ന അതിർത്തി സ്ഥിരമല്ല, സ്ഥായിയല്ല, മാറിക്കൊണ്ടിരിക്കാം. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സംഭവിച്ച ഒരു വലിയ ചതിയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ എന്നും ലൈവായി കിടക്കണം. അതിനാണ് സ്ഥിരമായുള്ള അതിർത്തി ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലം മുതലേ നോക്കിയിട്ടില്ല. അത് ശ്രദ്ധിക്കട്ടെ, കാരണം ഒരു ക്ലാഷ്, സംഘർഷം അന്നും ഇന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. അപ്പോൾ LAC എന്ന് പറയുന്നത് 3488 കിലോമീറ്റർ ഇന്ത്യ ചൈനയുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ അവിടെ സംഘർഷമുണ്ട്. ഉഭയകക്ഷി ചർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ സൈനിക സന്നാഹം നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ അതിബൃഹത്തായ ഒരു സൈനിക അഭ്യാസം അവിടെ നടന്നുണ്ട്. ചൈനയെ കണക്കാക്കി തന്നെയാണ് പർവ്വത നിരകളിലെ പോരാട്ടത്തിൻ്റെ പരിശീലനം. പൂർവി പ്രചണ്ഡ് പ്രഹാർ എന്ന് പറയുന്ന കൂറ്റൻ 10,000 സൈനികർ 3 സേനകളിലെയും പങ്കെടുത്ത് ടാങ്കുകളൊക്കെ മലയുടെ മുകളിലൊക്കെ ഓടിച്ചു കയറ്റി, റഫേൽ ഉൾപ്പെടെയുള്ള വിമാനങ്ങളൊക്കെ പറപ്പിച്ച് മലനിരകളിലെ പോരാട്ട പരിശീലനം നമ്മളിപ്പോൾ അരുണാചൽ പ്രദേശിൽ നടത്തിക്കൊണ്ടിരിക്കുക. അരുണാചൽ പ്രദേശിനെ അംഗീകരിക്കുന്നവരല്ല ചൈന. അവർ പറയുന്നത് അരുണാചൽ നമ്മുടെയാണെന്ന് പറഞ്ഞു. നമ്മുടെ കുറേ ഗ്രാമങ്ങൾക്ക് അവർ കയറി എന്ത് ചെയ്തു, അവർ പേരിട്ടു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, അവരുടെ ഭൂപടം എടുത്തിട്ട് കുറേ അവരുടെ ഭൂമിയിലുള്ള കുറേ സ്ഥലത്ത് നമ്മളും പേരിട്ടു. അങ്ങനെയൊക്കെയുള്ള ചില കുസൃതികൾ, ഇതൊക്കെ കുസൃതി എന്ന് പറയാം വേണമെങ്കിൽ, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിന്ന് LAC നിലവിലുള്ള ആ അതിർത്തിയിൽ നിന്ന് 35 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന നയോമ എയർബേസ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈ മലനിരകളിലുള്ള താവളങ്ങളിലൊക്കെ വേണം ചെറിയ റൺവേ ഒക്കെ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ റൺവേക്ക് 2.7 കിലോമീറ്റർ നീളമുണ്ട്. അതായത് 2700 മീറ്റർ നീളമുള്ള റൺവേ ആണ്, വലിയ റൺവേ. അതുകൂടാതെ ATC കോംപ്ലക്സുകൾ, റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ, ഹാങ്ങറുകൾ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ട് ഒരു ആധുനിക വിമാനത്താവളത്തിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ നയോമ എയർബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. 300 കോടിയോളം രൂപ ഇതിൻ്റെ നിർമ്മാണത്തിനല്ല, നവീകരണത്തിന്, നേരത്തെ ഒരു എയർ സ്ട്രിപ്പോ മറ്റോ ഉണ്ടായിരുന്നു, നവീകരണത്തിനായി നമ്മൾ മുടക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു മാറ്റമാണ്. കാരണം നേരത്തെ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ചൈനീസ് അതിർത്തിയിൽ നമ്മൾ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, നല്ല റോഡുകൾ, തുരങ്കങ്ങൾ, എയർ സ്ട്രിപ്പുകൾ, എയർ ബേസുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ നോക്കുമ്പോൾ ചൈനയ്ക്ക് ഇപ്പോൾ ആധുനികമായ സ്റ്റെൽത്ത് ശേഷിയുള്ള J-20 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ നിരത്തി വെച്ചിട്ടുള്ള നിരവധി എയർബേസുകൾ അതിർത്തിയിലുണ്ട്. അതായത് ഹോട്ടാൻ എയർഫീൽഡുണ്ട്, കഷ്ഗാർ ഉണ്ട്, ഗ്രാഗുൻസ് ഉണ്ട്, ചിങ്ദഡി ഉണ്ട്, ബാങ്ഡാ ഉണ്ട്, സിയാങ്ചി ഉണ്ട്, ഹോപ്പിംഗ് ഉണ്ട്. ഇങ്ങനെ നിരവധി എയർബേസുകൾ ചൈനയ്ക്ക് അതിർത്തിയിലുണ്ട്. നമുക്കൊരു മണ്ണാങ്കട്ട ഉണ്ടായിരുന്നില്ല. കാരണം UPA സർക്കാരിൻ്റെ കാലം, നരേന്ദ്രമോദിക്ക് മുമ്പ് വരെയുള്ള കാലത്ത് നമ്മുടെ രാജ്യത്തെ പ്രതിരോധ മന്ത്രിമാർ പറഞ്ഞിരുന്നതെന്നറിയോ, അയ്യോ അവിടെ അതിർത്തിയിലൊന്നും ഉണ്ടാക്കല്ലേ, ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ചൈനീസ് പട്ടാളം അതിലേ കയറി വരും,
അതുകൊണ്ട് നല്ല പാലം വേണ്ട, നല്ല റോഡ് വേണ്ട. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അതിർത്തിയിൽ ഒരു എയർബേസ് ഉണ്ടാക്കിയ ചൈനക്കാരുടെ പ്രകോപനം ഉണ്ടാവും. അപ്പോൾ അവർ നമ്മളെ അടിക്കും. അതുകൊണ്ട് അടിയിൽ ലച്ചിപ്പോവും എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി ഒരു മൂലയിലിരിക്കാം എന്ന നിലപാടായിരുന്നു നമ്മുടെ രാജ്യത്തെ സർക്കാരുകൾക്ക്, പ്രധാനമന്ത്രിമാർക്ക്, പ്രതിരോധ മന്ത്രിമാർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ മോദി വന്നപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? അങ്ങനെയൊന്നുമില്ല. റോഡുണ്ടാക്കിയാൽ അവന് കയറി വരാൻ മാത്രമല്ല, നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റും. ഉണ്ടാക്കടാ റോഡെന്ന് പറഞ്ഞു. നല്ല ഒന്നാന്തരം ഹൈവേകളുണ്ടാക്കി, ഒന്നാന്തരം പാലങ്ങളുണ്ടാക്കി. അതിർത്തിയിൽ ഞാൻ നേരത്തെ എണ്ണം പറഞ്ഞില്ലേ എയർബേസുകൾ. നരേന്ദ്രമോദിയുടെ കാലത്ത് ഇപ്പോൾ അതിർത്തിയിൽ നമുക്ക് എത്ര എയർബേസുകളുണ്ടെന്ന് അറിയോ? പാടിഘട്ട്, മെച്ചുക്ക, വാലോങ്, ടുട്ടിങ്, സിറോ, അരുണാചൽ പ്രദേശിൽ സിറോ, അവിടെയൊക്കെ നമുക്കിപ്പോൾ എയർബേസ് ഉണ്ട്. ആ എയർബേസ് കൂടാതെയാണ് ഇപ്പം നമ്മൾ നയോമ എയർബേസുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ ചൈനയ്ക്ക് എത്രയുണ്ടോ അത്ര ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 69 ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ, 1990 ഇന്ത്യയും അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. അപ്പോൾ ഇന്ത്യ വല്ലാതെ മാറിയിരിക്കുന്നു. നമ്മൾ ചൈന വലിയ ശക്തിയുള്ള രാജ്യമാണ്, അതുകൊണ്ട് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂട്ടുവോ ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതൊക്കെ പള്ളി പറഞ്ഞാൽ മതി. അടിച്ചാൽ നമ്മളും അടിക്കും എന്ന ലൈനിലേക്ക് പോകുന്നു. നോക്ക്, മോദി ഈ ചൈനീസ് അതിർത്തിയിൽ ഇപ്പോൾ ലഡാക്കിൽ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വലിയ തോതിലുള്ള എയർബേസുകളും നമ്മൾ ഈ മലനിരകളിലേക്ക് പോരാടാൻ വേണ്ടി ഭാരം കുറഞ്ഞ ടാങ്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മലകളിലേക്ക് ടാങ്ക് എത്തിക്കുന്നു. ഹെർക്കുലീസ് വിമാനങ്ങളിൽ പാറ്റൻ ടാങ്കുകളുണ്ട്, മലയുടെ മുകളിൽ വെക്കുകയാണ്. ബഫോഴ്സ് പോലെയുള്ള പീരങ്കികൾ വെക്കുന്നു, ബ്രഹ്മോസ് കൊണ്ടുവെക്കുന്നു. ഇങ്ങനെ നമ്മൾ ചൈനയായിട്ട് സൗഹൃദം തുടരുമ്പോൾ തന്നെ ഈ എന്തെങ്കിലും അവിവേകം ചൈനയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ അതിനുള്ള മറുമരുന്ന് വേണം എന്ന് വെക്കുന്നു. അപ്പോഴാണ് ഈ അതിർത്തിയിൽ നമ്മൾ റോഡുണ്ടാക്കുമ്പോൾ ലഡാക്കിൽ വികസന പ്രവർത്തനം നടത്തുമ്പോഴത്തേക്ക് ഉടനെ ആര് എതിർക്കുന്നു? കോൺഗ്രസ് എതിർക്കുന്നു, വാങ് ചുങ് എതിർക്കുന്നു, നമ്മുടെ ജൻസി കലാപത്തിൻ്റെ ആൾ അയാൾ എതിർക്കുന്നു, അയാളെ സത്യാഗ്രഹം ഇരിക്കുന്നു. ചൈനയ്ക്കെതിരെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതേ സിദ്ധാന്തക്കാർ നമ്മൾ ചൈനീസ് അതിർത്തിയിൽ അരുണാചലിൽ കൂടെ നമ്മുടെ റോഡുണ്ടാക്കിയപ്പോൾ പരിസ്ഥിതിവാദികൾ കൊണ്ട് കേസ് കൊടുത്ത് കാട് വെട്ടുന്നു. അയ്യോ, കാട് വെട്ടിയാൽ പ്രകൃതി അങ്ങ് നശിച്ചു പോകും, അരുണാചൽ പ്രദേശ് ഭൂമിക്കടിയിലേക്ക് താന്നു പോകുന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി ചെയ്യുന്നു. സുപ്രീം കോടതി ഇരിക്കുന്ന ആശാമാരെന്ത് ചെയ്തു? ഒരു സ്റ്റേയും കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചടങ്ങിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും നരേന്ദ്രമോദിയും പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ വെച്ച് നരേന്ദ്രമോദി ചീഫ് ജസ്റ്റിസ് ഇരിക്കെ പറഞ്ഞു, നമ്മൾ ചൈനയെ പേടിക്കുന്ന കാലമൊക്കെ പറഞ്ഞു, നമ്മൾ അതിർത്തിയിൽ സൈന്യത്തിന് കൂടെ പോകാൻ വേണ്ടിയിട്ട് നല്ല നിലവാരമുള്ള റോഡുകൾ ഉണ്ടാക്കുക. പക്ഷേ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സൈന്യത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു? കാട് പോകും, സിംഹവാലം കുരങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞ് ഓരോ പെറ്റീഷനുമായിട്ട് വരുമ്പോൾ അതിനങ്ങ് സ്റ്റേ ചെയ്യുകയാണ്. എങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കാൻ നമ്മുടെ പട്ടാളത്തിന് കഴിയും എന്ന് ചോദിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് അങ്ങ് ചൂളിപ്പോയി. പിറ്റേ ദിവസം അദ്ദേഹം കോടതി ചെന്നിട്ട് ആ സ്റ്റേ അങ്ങ് പിൻവലിച്ചു. അങ്ങനെയാണ് നമ്മളിപ്പോൾ അതിർത്തി റോഡുണ്ടാക്കുന്നത്. ഇപ്പോൾ ആൻഡമാനിൽ നമ്മൾ വലിയൊരു നാവിക താവളം ഉണ്ടാക്കുകയാണ്. അതിനെതിരെ ലേഖനങ്ങൾ എഴുതി പ്രതിരോധിക്കുന്ന ആരെന്നറിയോ? സോണിയാഗാന്ധി. ആൻഡമാനിൻ്റെ പരിസ്ഥിതി തകർന്നു പോകും. അതായത് ആൻഡമാനിൽ നമ്മൾ ആ സമുദ്രഭാഗത്ത് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സമുദ്ര ശക്തി കൂടി, സമുദ്രം ഭരിക്കുന്നവനാണ് ലോകം ഭരിക്കുന്നത്. നമ്മൾ എയർഫോഴ്സ്, കരസേന എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയല്ല, കടൽ ഭരിക്കുന്നവനാണ് ലോകം ഭരിക്കുന്നതെന്ന് പണ്ട് മുതലേ ഉള്ള ഒരു സിദ്ധാന്തമാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും സമുദ്രത്തിൽ വലിയ സാന്നിധ്യം ഉണ്ടാക്കുന്നു. അമേരിക്കയ്ക്ക് എത്ര വിമാനവാഹിനി കപ്പലുകളാണ്? അത് പറയുമ്പോൾ സോവിയറ്റ് യൂണിയൻ, റഷ്യക്ക് വിമാനവാഹിനി കപ്പലില്ല, അത് ഉണ്ടാക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അതിന് പുടിൻ പറഞ്ഞതറിയും, വിമാനവാഹിനി കപ്പലുണ്ടാക്കി അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, നേരെ ബോംബിൽ നിന്ന് വന്നിട്ട് ബോംബിടാം, തകർക്കാൻ സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് എണ്ണമൊക്കെ ഒരുമിച്ച് വിട്ടാൽ ചിലപ്പോൾ ഒന്ന് വീഴും. അതിലും നല്ലത് കടലിനടിയിൽ കൂടെ പോകുന്ന സാധനം ഉണ്ടാക്കാം. ഇപ്പോൾ ഏറ്റവും പുതിയ സാധനം കണ്ടിട്ടില്ലേ? പോസിഡോൺ. അതായത് കടലിനടിയിലൂടെ പോവുകയാണ്, അതൊരു അന്തർവാഹിനി പോലത്തെ സാധനമാണ്. അവൻ സുനാമി ഉണ്ടാക്കും, അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. നിങ്ങൾ കടലിൻ്റെ മുകളിൽ കൂടെ വിമാനവാഹിനി ഓടിക്കുമ്പോൾ ഞാൻ കടലിനടിയിൽ കൂടെ ഉള്ള സാധനം ഉണ്ടാക്കുന്നതാണ് പുടിൻ പറയുന്നത്. അപ്പോൾ അത് പുതിയ സ്ട്രാറ്റജിയാണ്. ചിലർ പറയും, ഇപ്പം ഇലാൻ മസ്ക് ഇന്നാൾ പറഞ്ഞിരുന്നു, വിമാനങ്ങളുടെ കാലം പോയി, യുദ്ധവിമാനമൊന്നും ആർക്കും വേണ്ട, ഇനിയുള്ളത് ഡ്രോണുകളുടെ കാലമാണ്. ഒരു വിമാനത്തിന് 100 കോടി 300 കോടി ഒക്കെ വിലയാണ്, ഒരു ഡ്രോണിന് 30,000 രൂപ മതി. അപ്പം യുദ്ധതന്ത്രങ്ങൾ മാറുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിർത്തിയിൽ ചൈനയെ പേടിക്കുന്നു, ചൈനയോട് നമ്മൾ സൗഹൃദം പറയും, പക്ഷേ നമ്മൾ എന്തു ചെയ്യും? നമ്മൾ നമ്മുടെ സന്നാഹം അവിടെ അതിശക്തമായി നിലനിർത്തും. ഇപ്പോൾ ഈ ചിലർ പറയാറുണ്ട്, ഹിന്ദുവിൻ്റെ പരാജയത്തിന് കാരണം എന്താണെന്നറിയോ? ഹിന്ദു അവൻ്റെ കയ്യിലെ വാൾ മറന്നു വെച്ചതാണ്. അപ്പോൾ നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ കലിംഗ യുദ്ധത്തിൽ വലിയ കാഷ്വാലിറ്റി ഉണ്ടായി, വലിയ ദുരന്തങ്ങളുണ്ടായി, ശവശരീരങ്ങളൊക്കെ കണ്ടിട്ട് അശോക ചക്രവർത്തി തൻ്റെ വാള് താഴെ വെച്ചിട്ട് ഇനി ഞാൻ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞു, ബുദ്ധം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞു പോയി. സംഘമിത്ര സഹോദരിയൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ബുദ്ധമത പ്രചാരണത്തിനായി വിട്ടു എന്ന് പറയുന്നു. അന്ന് ചോർന്നു പോയി ഹിന്ദുവിൻ്റെ
ക്ഷാത്രവീര്യം. ഹിന്ദുവിൻ്റെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു, വെട്ടിപ്പിടിക്കാനല്ല, സുരക്ഷയ്ക്ക് വേണ്ടി. അങ്ങനെ ആയുധം താഴെ വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മുഗളന്മാരും മുഹൂണന്മാരും ഒക്കെ ഇവിടെ വന്നത്. നമ്മുടെ വലിയ സംസ്കാരത്തിൻ്റെ അടയാളങ്ങളായ തക്ഷശില, നളന്ദ, വിക്രമശില എല്ലാം നശിച്ചത്, നമ്മുടെ സോമനാഥം മുതൽ നമ്മുടെ ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങളൊക്കെ തകർന്ന് തവിടുപൊടിയായത് ഈ ക്ഷാത്രവീര്യം ഹിന്ദുവിന് കൈ നഷ്ടപ്പെട്ടപ്പോഴാണ്. ആ വാള് താഴെ വെച്ചു. നമുക്ക് സമാധാനം പറയാം, പക്ഷേ നമ്മുടെ ആയുധം നമ്മുടെ കയ്യിലുണ്ടാവണം. ഇത് അന്നേ നമ്മൾ പഠിക്കേണ്ട ഒരു ചരിത്ര സത്യമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചൈനയായിട്ട് നമ്മൾ സ്നേഹത്തിലാണ്. നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 100% താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ ചൈനയിലേക്ക് 30% താരിഫ് ഉണ്ടായി. ചൈന 0 താരിഫ് ഏർപ്പെടുത്തി. നല്ലത്. ചൈനക്കാരന് മരുന്ന് വേണം, ഓക്കെ ഓക്കെ നമ്മൾ കൈ കൊടുക്കും. പക്ഷേ നമ്മൾ നമ്മുടെ വാള് താഴെ വെക്കുന്നില്ല. ഇതാണ് സ്ട്രാറ്റജി, ഇതാണ് ഭരണതന്ത്രജ്ഞത, ഇതാണ് ഡിപ്ലോമസി. പഞ്ചതന്ത്രം വായിച്ചാൽ മതി. പഞ്ചതന്ത്രത്തിലെ കഥകൾ മുഴുവൻ രാഷ്ട്രതന്ത്രമാണ്. പഠിക്കാൻ താല്പര്യമില്ലായിരുന്ന മക്കളെ രാഷ്ട്രതന്ത്രം പഠിപ്പിക്കാൻ വേണ്ടി വിഷ്ണു ശർമ്മനെ ഏൽപ്പിച്ചപ്പോൾ വിഷ്ണു ശർമ്മൻ പറഞ്ഞു കൊടുത്ത ഓരോ കഥയും ഒരു രാജ്യം എങ്ങനെ ഭരിക്കണമെന്നുള്ള കഥകളാണ്. മൃഗങ്ങളുടെയും കുറുക്കൻ്റെയും സിംഹത്തിൻ്റെയും ഒക്കെ കഥകളായിരിക്കാം, പക്ഷേ അതിനുള്ളിലുള്ള അന്തർലീനമായിരിക്കുന്ന പാഠം ഇതാണ്. അപ്പോൾ ഹിന്ദുവിൻ്റെ ക്ഷാത്രവീര്യം നഷ്ടപ്പെടാതിരിക്കണം, അത് പുനരുജ്ജീവിപ്പിക്കണം, കാത്തു സൂക്ഷിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ നമ്മുടെ രാജ്യം ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചൈനയുമായിട്ട് ലോഹ്യം പറയുമ്പോഴും ചൈനീസ് അതിർത്തിയിൽ വേണ്ടി വന്നാൽ ഒരടി കൊടുക്കാനുള്ള ശേഷി ഉണ്ടാക്കുന്ന തരത്തിൽ ഇന്ത്യ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ അതിർത്തികളിൽ S-400 പോലും ആ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല, ഇതൊക്കെ സൈനിക രഹസ്യങ്ങളാണ്. ഏതായാലും രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണ്. ചൈനയെ നമ്മൾ ഭയപ്പെടുന്നില്ല. ചൈന വേണമെങ്കിൽ നമ്മളെ ഒന്ന് ഭയപ്പെടട്ടെ. പഴയ ഇന്ത്യ അല്ല മോദിയുടെ ഇന്ത്യ എന്ന് നമ്മൾ ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുക. ചൈനയ്ക്ക് പ്രകോപനം ഉണ്ടാവും, ചൈന പ്രകോപിപ്പിക്കട്ടെ. നമ്മുടെ മണ്ണിൽ നമുക്ക് സൗകര്യമുള്ള ഉണ്ടാക്കുന്നേ.